നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ നടൻ സലിംകുമാർ യാത്രയാകുമ്പോൾ ബാക്കി വയ്ക്കുന്നത് പൊതുവേദികളിലെ പ്രസംഗങ്ങളിലൂടെ സലിംകുമാർ സൃഷ്ടിച്ചെടുത്ത ആ സാന്നിധ്യം തന്നെയാണ്. സിനിമയിൽ നിന്നും ഇടവേള വന്നപ്പോഴും പൊതുവേദികളിലെ പ്രസംഗങ്ങളിലൂടെയാണ് സലിംകുമാർ തൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയത്. വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ സദസ്സിന് മനസ്സറിഞ്ഞ് ചിരിക്കാനുള്ള വിഭവങ്ങൾ നൽകിയാണ് അദ്ദേഹം സംസാരം മുഴുവിപ്പിക്കുന്നത്. ഇത്തരത്തിലേറെ ശ്രദ്ധ നേടിയ പ്രസംഗമായിരുന്നു വി ഡി സതീശൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള പൊതുയോഗത്തിലെ പ്രസംഗം. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിനെയും അഴിമതികളെയും കണക്കറ്റ് വിമർശിച്ചായിരുന്നു അന്ന് അദ്ദേഹം വേദി വിട്ടത്. കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ടായിരുന്ന, കൃത്യമായി കാര്യങ്ങളെ വിമർശിച്ചിരുന്ന, സാമൂഹിക വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞിരുന്ന വ്യക്തി കൂടിയായിരുന്നു സലിംകുമാർ. അങ്ങനെ ഓരോ ദിവസവും ഓരോ തള്ള്, കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ള്. നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്, മെസ്സി വരും കേട്ടോ, മെസ്സി ഇവിടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് TV-യിൽ കോമഡി ഷോ അവതരിപ്പിക്കും. അങ്ങനെ പല വാഗ്ദാനങ്ങൾ. മെസ്സി ഇവിടെ ഇന്ത്യയിൽ വരെ വന്നു, ആന്ധ്രാപ്രദേശിൽ വന്നു, ബോംബെയിൽ വന്നു, ഡൽഹിയിൽ വന്നു. അപ്പോൾ ഞാൻ മെസ്സിയോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം? ഞാൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്നു, ഡൽഹിയിൽ വന്നു, ഞങ്ങളുടെ കേരളത്തിൽ വരാത്തത് എന്തുകൊണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ, എന്നോട് വേറൊന്നും വിചാരിക്കരുത്, കേരളത്തിലുള്ളവരോട് എനിക്കൊരു ദേഷ്യവുമില്ല, എനിക്ക് 8 ബലോൺ ദി ഓർ പുരസ്കാരമുണ്ട്. ബലോൺ ദി പുരസ്കാരം അറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണത്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പസ്വാമിയുടെ സ്വർണ്ണം കട്ട ഇവിടെ എൻ്റെ ബലോൺ ദി ഓർ വെറുതെ വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ് അന്ന് സ്വർണ്ണക്കൊള്ളയെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് ഏറ്റവും ഹാസ്യാത്മകമായി കൃത്യമായി വിമർശനം ഉന്നയിച്ചത്. പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ച തോമസ് ഐസക്കിനെയും സലിംകുമാർ കണക്കറ്റു പരിഹസിച്ചിരുന്നു. തൻ്റെ ശിഷ്യനായ രമേശ് പിഷാരടി പാലക്കാട് ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അവൻ ജയിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു, കാരണം ഞാൻ തന്നെ നിൽക്കുന്നതിന് തുല്യമാണത്. ഇപ്പോൾ എനിക്ക് ഉറപ്പായി അവൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും, കാരണം തോമസ് ഐസക് ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞതെന്താ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേൽക്കുമ്പോൾ അമേരിക്കൻ CIA രഹസ്യചാരന്മാരെ കൊണ്ടുവന്ന് അന്വേഷിച്ചപ്പോൾ അവരൊരു നാടകമാണ്, ഈ നാടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറ്റിയതെന്നാണ്. ഈ ചാരസംഘടന അവരോട് ചെന്ന് റിപ്പോർട്ട് കൊടുത്തത് ആ കലാകാരന്മാരെയാണ് കോമാളി എന്ന് വിളിച്ചത്. ഈ കലാകാരന്മാർ ഇപ്പോൾ അവർക്ക് കോമാളികളായി മാറി. ഇങ്ങനൊരു ഡോക്ടറല്ലേ, സഖാക്കൾ തടഞ്ഞതുപോലെ ധനതത്വശാസ്ത്രത്തിൽ ഡോക്ടറാണ്. അങ്ങനെയുള്ള ഇങ്ങനെ പറയുമോ? അപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിച്ചു വന്നു, എന്തിനാണ് ഡിഗ്രി? കയറുപിരിയിലെ തരികിടകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി. പിന്നെ അതല്ലേ പറയൂ, എന്താണ് ചെയ്യുക എന്നതായിരുന്നു അതിനുള്ള വിമർശനം. പക്ഷേ മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ താനും അതിന് അതീതനല്ലെന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ല, ഞാൻ പലരെയും വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യാറുണ്ട്. തിരിച്ച് ഞാനും ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥനാണെന്ന ബോധവുമുണ്ട്. അല്ലാതെ വിമർശിക്കുന്നവരെ ഫോണിൽ വിളിച്ച് തെറി പറയാറില്ല. നീ വരുവോളം എന്ന സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ എൻ്റെ ടൈമിംഗ് ശരിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചൊരു നടനുണ്ട്. ഞാൻ പുസ്തകം എഴുതിയപ്പോൾ എന്നെ ഏറ്റവും സ്വാധീനിച്ച അഭിനേതാക്കളിൽ ഒരാളായി അദ്ദേഹത്തിൻ്റെ പേരും ചേർത്തിട്ടുണ്ട്. വ്യക്തിപരമായി അദ്ദേഹം എന്നെ വേദനിപ്പിച്ചെന്നൊന്നും അവിടെ കണക്കിലെടുക്കാറില്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ആദരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അപ്പോഴും വിമർശനങ്ങളും ഹാസ്യവും ഒരിക്കലും അസഭ്യം പറച്ചിലാകരുതെന്നും സലിംകുമാറിന് നിർബന്ധമുണ്ടായിരുന്നു. സിനിമാ സെറ്റിലെ അത്തരമൊരു അനുഭവം അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഹാസ്യത്തിന് വേണ്ടി ഏത് അശ്ലീലവും വിളമ്പുന്ന ചില സിനിമാക്കാരുണ്ട്. ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു അസഭ്യവാചകം പറയണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പറ്റില്ലെന്ന് പറഞ്ഞു. ക്യാമറാമാൻ തന്നെയാണ് പടത്തിൻ്റെ തിരക്കഥാകൃത്ത്. അത് പറയണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. ഇത് പച്ചത്തെറിയാണെന്നും പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ഡയറക്ടറോട് പറഞ്ഞു. തർക്കമൂത്തപ്പോൾ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഡിപ്ലോമാറ്റിക്കായി ജഗദീഷായിട്ട് ഇടപെട്ട് പറഞ്ഞു, അവർ പറയട്ടെ സലീമേ, എന്നിട്ട് അവരനുഭവിക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് എന്നെ തണുപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഈ ഡയലോഗും ഞാൻ പറയാം, പക്ഷേ 25 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ പേരിൽ അനുഭവിക്കും. അതെന്താണെന്നായി അവർ. ഞാൻ പറഞ്ഞു, ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ ഓടാൻ സാധ്യതയില്ല, പക്ഷേ 25 വർഷം കഴിഞ്ഞ് എൻ്റെ മോന് കല്യാണപ്രായമാകുമ്പോൾ ഇത് TV-യിൽ വരും. അവർ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഞാൻ നാണം കെടും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം വിമർശിക്കാറുണ്ടായിരുന്നു, ഹാസ്യം പറയാറുണ്ടായിരുന്നു, കൃത്യമായി സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടാറുണ്ടായിരുന്നു. പക്ഷേ സംസാരങ്ങൾക്കൊക്കെയും മയവും ആളുകളെ വേദനിപ്പിക്കാത്തതുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും മലയാളത്തിൻ്റെ പ്രിയ നടൻ സലിംകുമാർ ഓർമ്മയായിരിക്കും.